തീർച്ചയായും ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് വരെ പാലിയേക്കര ടോൾ പ്ലാസയിലെ യാത്രാ ദുരിതത്തിൻ്റെ ഇരകളാണ്. അപ്പോൾ നമ്മളുടെ സാധാരണക്കാരുടെ കാര്യം ഒട്ടും പറയേണ്ടതില്ലല്ലോ. കാരണം അത്രത്തോളം എസ്കോട്ടും ഒക്കെയായി പോകുന്ന ഒരാൾക്ക് പോലും പാലിയേക്കര ആ ടോൾ റോഡിലൂടെ കൃത്യമായി സഞ്ചരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഹൈക്കോടതി ഉത്തരവിന് ശേഷമുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഉത്തരവിട്ടു. അതിനുശേഷം ഈ ടോൾ പിരിക്കുന്ന കമ്പനിയും NHAയും നേരെ സുപ്രീം കോടതിയിൽ അതിനെ എതിർത്തുകൊണ്ട് പോവുകയായിരുന്നു. ആ എതിർത്തുകൊണ്ട് പോയി ഹൈക്കോടതിയിൽ നിന്നുള്ള ആ ഉത്തരവ് അതിനെതിരെ രംഗത്ത് വന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അനുകൂലമല്ലാത്ത നിലപാട് വന്ന സാഹചര്യത്തിൽ മാത്രമാണ് അറ്റകുറ്റപ്പണിയെങ്കിലും തുടങ്ങിയത്. അത്രത്തോളം ധാർഷ്ട്യമാണ് ഈ കമ്പനിക്ക് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. മാത്രമല്ല ഇപ്പോൾ ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് ഈ കരാർ ലംഘനങ്ങളൊക്കെ തന്നെ ഒരുപാട് നടത്തിയെന്ന് ഈ ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ച ഒരു സമയത്ത് തങ്ങൾ കരാർ പ്രകാരമുള്ള ഒരു ടോൾ പിരിവ് വർധനവ് ഇവിടെ നടപ്പിലാക്കാൻ പോവുകയാണ് എന്നാണ് ഈ ടോൾ പിരിവ് കമ്പനി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ഒരേ സമയം കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയും അതേസമയം തന്നെ കരാറിൻ്റെ പേരിലുള്ള നിരക്ക് വർധനയുടെ ആനുകൂല്യം എടുക്കുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ ടോൾ കമ്പനി നടത്തുന്നത്. ഒരു ഇരട്ടത്താപ്പ് നയം തന്നെയാണ്.